ഹായ് ഗായ്സ്, ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ആർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നോക്കാം നമുക്ക്. ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ റീൽസും കാര്യങ്ങളൊക്കെ വരുമല്ലോ. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഒക്കെ ഇങ്ങനെ ക്രാഫ്റ്റ്, ആർട്ട്, പടം വര അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ. എന്നിട്ട് ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയാം. എന്ത് വീഡിയോ കണ്ടാലും ഞാനത് ട്രൈ ചെയ്യും. അതായത് ഇപ്പം സീസൺ അനുസരിച്ചാണല്ലോ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ വരുന്നത്. പുതിയത് എന്ത് വന്നാലും എൻ്റെ ഫീഡിൽ വരും. ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും വരും. എന്നിട്ട് നമ്മൾ ട്രൈ ചെയ്യും. അങ്ങനെ ഞാൻ ഡ്രീം ക്യാച്ചർ, കുപ്പിയും പാട്ടയും പെറുക്കി അതിൻ്റെ ക്രാഫ്റ്റ്, മുട്ടത്തോടൽ ക്രാഫ്റ്റ്, ക്യാൻഡിൽ മേക്കിങ്, പിന്നെന്താ അങ്ങനെ സ്റ്റിച്ചിങ്, പിന്നെ എംബ്രോയിഡറി, ആരി വർക്കിൽ ഞാൻ ആരി ഫ്രെയിമിലിട്ട് ചെയ്യാത്ത മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ പരിപാടിയും ഞാൻ ചെയ്തിട്ടുണ്ട്. ആരി എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല ഗൈസ്. പിന്നെ ക്രോഷേ, അതും എനിക്ക് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. നമുക്ക് ട്രൈ ചെയ്യണം. അത് രണ്ടും ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എവിടെയെങ്കിലും പോയി ക്ലാസ് അറ്റൻഡ് ചെയ്താൽ അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരാം. അങ്ങനെ ഇതെല്ലാം ചെയ്യും. അതായത് ഒന്ന് മാറി വരും. ഇതെല്ലാം ഞാൻ ചെയ്തിട്ട് ഇതിന് കുറേ സാധനങ്ങളും വാങ്ങിച്ചു കൂട്ടും. എന്നിട്ട് ഇതെല്ലാം ഇവിടെ കിടക്കും. ഇവിടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ക്രാഫ്റ്റ് സ്റ്റോർ തുടങ്ങാനും വേണ്ടിയുള്ള ഐറ്റംസ് എൻ്റെ കയ്യിലുണ്ട്. അതായത് A to Z സാധനങ്ങൾ. എന്നിട്ട് ഞാനിതൊന്നും കളയില്ല. വർഷങ്ങളായിട്ട്, അതായത് ഞാനൊരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ 10ിലല്ല, ഒരു 8ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ ഒരു ചെറിയ പേപ്പറുകളൊക്കെ വെട്ടി, ബുക്കിലെ പേപ്പറുകളൊക്കെ വെട്ടി ഓരോന്നൊക്കെ ചെയ്യും. അന്ന് തൊട്ടുള്ള സാധനങ്ങൾ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് ഇത്ര ഞാൻ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കിപ്പം ഒരു പല കാര്യങ്ങളും ശരിക്കും അത് നല്ലതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ സ്കിൽസ് കിട്ടുന്നുണ്ട്. എനിക്കിതൊക്കെ ട്രൈ ചെയ്യാൻ താല്പര്യമാണ്. എനിക്കങ്ങനെ എപ്പോഴും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ പുതിയത് എന്ത് കണ്ടാലും എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാനത് ചെയ്യും. എനിക്ക് വരയ്ക്കാനൊന്നും അറിയത്തൊന്നുമില്ല. എന്നിട്ടാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന വേല ചെയ്യുന്നത് മൊത്തം. അപ്പോൾ പറഞ്ഞു വന്നത്, പുതിയതായി എനിക്ക് കിട്ടിയിരിക്കുന്ന പരിപാടിയാണ് സെൻഡാങ്കിൾ ആർട്ട് അല്ലെങ്കിൽ ഡൂഡിൽ ആർട്ട് എന്നൊക്കെ പറയുന്ന ഈ സാധനം. ഇത് എനിക്കൊരു സർക്കിൾ പോലും നേരെ ജോയിനെ വരയ്ക്കാറില്ല. നിങ്ങൾക്ക് ആ ലവ് ചിഹ്നം കണ്ട ഞാൻ ഈ വരയ്ക്കുന്നതിനകത്തിൽ ലവ് ചിഹ്നം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ ലവ് കണ്ടോ, അങ്ങോട്ടൊരു ലവ് ഇങ്ങോട്ടൊരു ലവ്, കോങ്കോണിച്ച് കിടക്കുന്ന ലവുകളാണ് എൻ്റെ ലവുകൾ. അതുപോലെ തന്നെ ആ ഹാഫ് സർക്കിൾ വരയ്ക്കുന്നതും അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്ത് വെച്ചേക്കുന്നത്. കണ്ടോ, നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയറിയാം. വരയ്ക്കാൻ അറിയാത്ത ഒരാൾ വരയ്ക്കുന്ന സാധനമാണ് ഈ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് ചെയ്യാൻ താല്പര്യമുള്ളത് കൊണ്ട് ഞാനിത് ചെയ്യുന്നു. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നതൊന്നുമല്ല കേട്ടോ. ഞാൻ കുറേ ഒരു ബുക്കിൽ തന്നെ ഒരു ബുക്കിലെറ്റ് എനിക്ക് ഇവിടെ നിന്ന് ഒരു നോട്ട് പാഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനകത്ത് നിറയെ ഇങ്ങനത്തെ സാധനങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റ് ചെയ്ത് ആണെന്ന് തോന്നുന്നു ഇത്. അപ്പം ഞാൻ വീഡിയോ ഒന്നും എടുക്കത്തൊന്നും ഇതുവരെ ചെയ്തിട്ട് ഒന്നിനും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ വെച്ചിതൊന്ന് ചെയ്ത് ചുമ്മാ ഒരു ഡോക്യുമെൻ്റ് ആക്കി ഇട്ടേക്കാം, ഒരു ഓർമ്മയ്ക്ക് എന്ന് വെച്ചിട്ട് ഞാൻ ചെയ്ത് ഇപ്പോൾ വീഡിയോ ആക്കി ഇടുന്നതാണ്. ഇത് നോക്കൂ, ഒരു ബുക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ, അതായത് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഞാനിത് കുറച്ചും കൂടി നെക്സ്റ്റ് ലെവലിലേക്ക് എത്തുമ്പോൾ ഒരു ബുക്ക് വാങ്ങും. അതായത് സ്കെച്ച് ബുക്ക് വാങ്ങും, കളർ പെൻസിൽ വാങ്ങും, പിന്നെ സ്കെയിലൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. ബ്ലാക്ക് പെൻ വാങ്ങും, ഇതൊക്കെ വാങ്ങും. എന്നിട്ട് കുറച്ച് വരയ്ക്കും. അപ്പോഴത്തേക്ക് എനിക്ക് അടുത്ത സാധനം എനിക്ക് ഇൻസ്റ്റഗ്രാം തരും അല്ലെങ്കിൽ യൂട്യൂബ് തരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അതിൻ്റെ പുറകെ പോകും. അത് ചെയ്ത് അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിയുമ്പോൾ അടുത്ത സാധനം എനിക്ക് ഇൻസ്റ്റഗ്രാം തരും. ഇൻസ്റ്റഗ്രാം എന്നെ ശരിക്കും നശിപ്പിക്കുകയാണ് ഗൈസ്, അതാണ് സത്യം. ഇതിപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻഡാങ്കിൾ ആർട്ട്. ഇത് നോക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. എനിക്കൊരു ചേച്ചി വരച്ച് കണ്ടിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്താണ്. ചേച്ചിയുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇനി ആ ചേച്ചിയുടെ ഇത് റീൽ വരുമ്പോൾ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ട് പറയാം കേട്ടോ. ഇത് കുറേ ലവ് ചിഹ്നം അവിടെ ഇവിടെ ആയിട്ട് പല ഷേപ്പ്, പല അളവിലുള്ളത് വരയ്ക്കുക. എന്നിട്ട് അതിനകത്ത് നമ്മൾ ചുമന്ന് ഇങ്കി വെച്ചിട്ട് അത് ഫില്ല് ചെയ്യുക. ഞാൻ ആദ്യം പെൻസിലും വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. എന്നിട്ട് ഞാൻ അതിൻ്റെ മണ്ടയ്ക്കൂടി വൃത്തിക്ക് വരയ്ക്കുക. കാര്യം ഇല്ലെങ്കിൽ തെറ്റിപ്പോവും. കാര്യം വരയ്ക്കാൻ അറിയില്ലല്ലോ. എന്നിട്ട് നമ്മൾ അതിനകത്തെല്ലാം കളർ കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വൈറ്റ് ആക്കിയിട്ട്, അതായത് ഇടയ്ക്കിടയ്ക്ക് കളർ കൊടുക്കാതെ ഉണ്ടാണ്ട് അതിനകത്ത് ആ വൈറ്റ് കൊടുത്തേക്കുന്നുണ്ട്, അതുപോലെ ചെയ്യുക. എന്നിട്ട് അവിടെ ഇവിടെ നിന്നൊക്കെ സർക്കിൾ, ഇങ്ങനെ ഹാഫ് സർക്കിൾ വരച്ച് കൊടുത്ത് അത് ഫില്ല് ചെയ്യുക. ഇത് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ആഹ്ലാദമുണ്ട്. നല്ല പരിപാടിയാണിത്, അടിപൊളി പരിപാടിയാണ്. ഞാൻ അങ്ങനെ ചെയ്ത് തുടങ്ങി. ഇതെനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്യുന്നൊരു സാധനമാണ്. പിന്നെ സ്ട്രെസ്സ് കുറയും, സ്ട്രെയിൻ കുറയും, മൈൻഡ് ഹാപ്പി ആവും എന്നൊക്കെ പറയാൻ സത്യമാണ് കേട്ടോ. നമ്മളിതിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാവും. ഭയങ്കര സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഞാൻ വേറെ കുറേ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ. ഞാൻ കുറേ സെൻഡാങ്കിളൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ചൊക്കെ പാളിപ്പോയിട്ടുണ്ട്, കുറച്ചൊക്കെ സക്സസ് ആയിട്ട്. അപ്പം നിങ്ങളിത് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ട്രൈ ചെയ്യുക. ഇതൊരു അടിപൊളി പരിപാടിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയുക.